നമസ്കാരം. ഇന്ന് നമ്മളുടെ ധീമഹി കുട്ടിയുടെ പല്ലട ചടങ്ങാണ്. വീട്ടിലൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിന് ആദ്യത്തെ പല്ല് വരുന്നു എന്ന് കാണുമ്പോഴാണ് നമ്മൾ ഈ ചടങ്ങ് നടത്താറുള്ളത്. അതിന് പല്ലട എന്നും പല്ലപ്പം കുത്തുക എന്നും പറയാറുണ്ട്. കേരളത്തിൻ്റെ വടക്കേ ജില്ലകളിലാണ് ഈ ചടങ്ങ് കൂടുതലും പ്രാക്ടീസ് ചെയ്ത് കണ്ടിട്ടുള്ളത്. Since Dhimahi's father, my husband Nitesh, hails from Koilandi, this is a commonly practiced ritual in the family. തൊട്ട പൗർണമി തൊട്ട് തൊട്ട് നിൽക്കവേ പുത്തുലഞ്ഞു നിന്നോ താരകൾ. കുഞ്ഞിന് മുൻപിൽ പുസ്തകം, പേന, പൈസ, സ്വർണം, കളിപ്പാട്ടം, പിന്നെ പലഹാരം ഇതൊക്കെ നിരത്തി വെക്കണം എന്നതാണ്. നമ്മളൊരു രസത്തിന് ചെലങ്കയും നട്ടുവാങ്കവും കുറച്ച് പെയിൻറ്റും ബ്രഷും പിന്നെ അമ്മ ഉണ്ടാക്കിയ മോദകവും ഉണ്ണിയപ്പവും കുറച്ച് സ്വീറ്റ്സും കൂടെ വെച്ചു. എന്നിട്ട് കുഞ്ഞിനോട് 3 തവണയായി ഓരോന്നെടുക്കാൻ പറയും. കുട്ടി എടുക്കുന്ന വസ്തു വെച്ച് അവരുടെ അഭിരുചികൾ മനസ്സിലാക്കാം എന്നതാണ് ഈ ചടങ്ങിന് പിന്നിലെ വിശ്വാസം. ഹൗ ഇൻട്രസ്റ്റിംഗ്, റൈറ്റ്? The most fascinating part of this ritual was that Dhikutti did not take anything on the first go, and that made me realize that maybe she's going to be very contented in her life. എന്തായാലും ചടങ്ങ് തുടങ്ങി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ധീക്കുട്ടി ആദ്യമായി പോയി എടുത്തത് 2 പെയിൻറ്റ് ബ്രഷ് ആയിരുന്നു. അതിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാം that she is definitely going to be an artist. This ritual is mostly practiced in the northern parts of Kerala, commonly known as the Malabar area. അതുകൊണ്ട് തന്നെ സൗത്തിലേക്ക് പല ആൾക്കാർക്കും പല്ലട ചടങ്ങിനെ പറ്റി അധികം അറിയില്ല. നല്ല ദിവസം നോക്കി നല്ല സമയം നോക്കി പ്രാർത്ഥിച്ചിട്ട് വേണം പല്ലട ചടങ്ങ് നടത്താനായിട്ട്. പ്രേമതരളനുരകളിലകും ഗാനരസന എന്നോമൽ പെണ്ണെ തൊട്ട് തൊട്ട പൗർണമി ധീമഹി കുട്ടി ആദ്യം എടുത്തത് പെയിൻറ്റിംഗ് ബ്രഷാണ്. അതുകൊണ്ട് തന്നെ അവളുടെ ജീവിതം എപ്പോഴും കളർഫുൾ ആയിരിക്കും, എപ്പോഴും വൈബ്രൻ്റ് ആയിരിക്കും. ആൻഡ് ഷീ വിൽ ബി ഹാപ്പി ഓൾ ദ ടൈം. സോ വി ആർ സോ ഹാപ്പി ആൻഡ് ഐ ഹോപ്പ് യു ആൾ എൻജോയ് ദിസ് വീഡിയോ. താങ്ക് യു സോ മച്ച്.